നമ്മുടെ റിപ്പോർട്ട് അവതരണം ഉദ്ഘാടനത്തിന് ശേഷം നടക്കുന്നതായിരിക്കും. നമ്മുടെ വാർഷികാഘോഷ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കുന്നത്തുനാട് MLA ശ്രീ അഡ്വക്കേറ്റ് PV ശ്രീനിജൻ അവർകളാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഒരുപാടൊന്നും പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തുന്നതിനായിട്ട് അദ്ദേഹം ഇവിടെ എത്തിച്ചേരുകയും കുഞ്ഞുങ്ങളുമായിട്ട് സമയം ചെലവഴിക്കുകയും ചെയ്തിരുന്നു. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട രീതിയിൽ കഥ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് പടിയിറങ്ങിയത്. അദ്ദേഹത്തിനെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ഉദ്ഘാടനം ചെയ്യുന്നതിനായി അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഏറെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. സ്കൂളിലെ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന അദ്ദേഹത്തെ 2 വാക്ക് സംസാരിക്കുന്നതിന് ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പ്രിയപ്പെട്ട മിനി ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് അംഗം പ്രിയപ്പെട്ട സുജിത് പോൾ, വേദിയിലുള്ള ഗ്രാമപഞ്ചായത്ത് അംഗം നിജ, അനിയൻ സാർ അടക്കമുള്ള വേദിയിലുള്ള വൈസ് പ്രസിഡന്റ് ജോയി മാഷ്, അരുൺ വാസു അടക്കം വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ എല്ലാവരുടെയും പേര് പറഞ്ഞ് സമയം കണ്ടകർന്ന് ഇപ്പുറത്തുനിന്ന് വച്ച തുടങ്ങി. പലപ്പോഴും കുട്ടികൾ അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്തത് നിങ്ങൾക്കും താല്പര്യമില്ലാത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, ഈ സംസാരമുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നിർത്തിയേക്കാം. അതായത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഇവിടെ അവതാരക സൂചിപ്പിച്ച പോലെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ചില പരിമിതികൾ ഉണ്ടായിരുന്ന സമയത്താണ് നിങ്ങളൊരു റിക്വസ്റ്റ് തരികയും ആ റിക്വസ്റ്റ് പരിഗണിച്ചുകൊണ്ട് 70 ലക്ഷം രൂപ നിങ്ങളുടെ സ്കൂളിന് അനുവദിച്ച് അതിൻ്റെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ ദിവസം ഇവിടെ മനോഹരമായിട്ട് നടന്നു എന്നുള്ളൊരു സന്തോഷം ഈ അവസരത്തിൽ പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ മക്കൾ ഏറ്റവും നല്ല സ്കൂളിൽ ഭൗതിക സാഹചര്യങ്ങളോടുകൂടി വളരണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞാനും സുജിത്തൊക്കെ കൂടി ഞങ്ങളുടെ കടയിരിപ്പ് ഗവൺമെൻറ് ഹൈസ്കൂളിൽ ജില്ലയിലെ ആദ്യത്തെ കായിക താരങ്ങൾക്കുള്ള സിന്തറ്റിക് ട്രാക്കിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞാണ് ഞങ്ങൾ വരുന്നത്. ഇന്ന് സർക്കാർ സ്കൂൾ എന്ന് പറയുന്നത് കേവലം 4 കാലിൽ നിൽക്കുന്ന കെട്ടിടങ്ങൾക്കപ്പുറം ഇന്ന് അതിനൊരു മനസ്സുണ്ട്, ശരീരമുണ്ട്. അത് കുട്ടികളുമായിട്ട് ഇഴുകിച്ചേർന്നുകൊണ്ട് അവരുടെ വലിയ സ്വപ്നങ്ങൾക്ക് തണലായി നിന്നുകൊണ്ട് ആ കെട്ടിടങ്ങൾ മാറുകയാണ്. അവിടെയാണ് അധ്യാപകരും PTA യും
ആ കുഞ്ഞുമക്കളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രയത്നത്തിൽ അവരുടെ പുറകെ നിൽക്കുന്നത്. ഇന്ന് കുഞ്ഞുങ്ങൾ കളിച്ചും ചിന്തിച്ചും ആണ് വളരുന്നത്. സ്കൂളിൽ വരിക എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷത്തോടു കൂടി വരികയാണ്. അപ്പോൾ അവരെ ചേർത്ത് നിർത്തേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മളിൽ ഓരോരുത്തർക്കുമാണ്. അതുകൊണ്ട് തന്നെയാണ് കുന്നനാടിൻ്റെ MLA ആയിരുന്നുകൊണ്ട് കഴിഞ്ഞ 5 വർഷം ഏറ്റവും അധികം ഞാൻ സ്കൂളുകൾക്കാണ് ഫണ്ടുകൾ കൊടുത്തിട്ടുള്ളത്. എല്ലാ സ്കൂളുകളും തന്നെ 53 LP UP സ്കൂളുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏതാണ്ട് എല്ലാ സ്കൂളുകളും തന്നെ പുതിയ കെട്ടിടത്തിലേക്ക് മാറിക്കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപ സർക്കാർ തന്നെ സ്കൂളുകൾക്ക്, ഏതാണ്ട് 8000 കോടി രൂപയാണ് കേരളത്തിലെ മുഴുവൻ സർക്കാർ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി മാത്രം ചെലവഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താ ഇപ്പോൾ ഗുണം? പണ്ട് സ്കൂളുകൾ മോശമായിരുന്നു വെച്ച് സ്വകാര്യ സ്കൂളിലേക്ക് പോയ പല മാതാപിതാക്കളും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളും തിരിച്ച് സർക്കാർ സ്കൂളിലേക്ക് തന്നെ തിരിച്ചു വന്നു. 11 ലക്ഷം കുട്ടികളാണ് ഇന്ന് സ്വകാര്യ മേഖലയിൽ നിന്ന് ഇന്ന് സർക്കാർ മേഖലയിൽ സർക്കാർ സ്കൂളിലേക്ക് വരുന്നത്. അപ്പൊ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചേർക്കുമ്പോൾ ഈ സ്കൂളിന് എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എന്നെല്ലാം ആണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ വളരെ അഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് കഴിയും, അടുത്ത വർഷം നല്ല കെട്ടിടം നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ ഞാൻ ഉറപ്പു പറയുകയാണ്. ഏതായാലും കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾക്ക് വേണ്ടി വഴിമാറിക്കൊണ്ട് ഈ സ്കൂളിന്റെ വാർഷിക ആഘോഷങ്ങൾ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സാറിന്റെ നല്ല വാക്കുകൾക്ക്. അതോടൊപ്പം തന്നെ ഒരു ആദരിക്കൽ ചടങ്ങ് കൂടി നടത്തിയതിന് ശേഷം സാറിന് വിടവാങ്ങാവുന്നതാണ്. കൊച്ചിൻ സർവകലാശാലയിൽ നിന്നും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിഭാഗത്തിൽ PhD കരസ്ഥമാക്കിയ ശ്രീ ബാസിൽ P. തമ്പിയെ ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തത്. കടയിരിപ്പ് ശ്രീനാരായണ ഗുരുകുലം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ശ്രീ ബാസിൽ P. തമ്പി. നമ്മുടെ സ്കൂളിലെ അഭിമാന താരങ്ങളായ ജുവാൻ സെറ ബാസിലിനെയും സിയാൻ സെറ ബാസിലിനെയും പിതാവാണ് ബാസിൽ P. തമ്പി എന്നതും നമുക്കൊരു അഭിമാനമാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട MLA ശ്രീ അഡ്വക്കേറ്റ് PV ശ്രീനിജിനെയും ക്ഷണിക്കുന്നു. Thank you very much. ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോ കളഞ്ഞേക്കാം. അടുത്തതായി നമ്മുടെ ഈ ചടങ്ങിനെ ഈ യോഗത്തിന്റെ മുഖ്യ ആകർഷണമായിട്ടുള്ള നമ്മുടെ മുഖ്യ അതിഥി ശ്രീ എൽദോസ് പോൾ പുതുശ്ശേരി. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ വിഷൻ റിപ്പോർട്ടർ, മലയാള മനോരമ, 24 എന്നീ ചാനലുകളിൽ റിപ്പോർട്ടറായി വർക്ക് ചെയ്യുകയും ഇപ്പോൾ നിലവിൽ ന്യൂസ് 18 ചാനലിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. വേൾഡ് കപ്പ് ഫുട്ബോൾ കമന്റേറ്ററും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ മഹനീയ സാന്നിധ്യം നമുക്ക് കിട്ടിയത് നമ്മൾ ഓരോരുത്തരും അഭിമാനം പൂർവ്വമുള്ള ഒരു നിമിഷമാണ് നമുക്കത്. അദ്ദേഹത്തെ ഏറെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. സ്വന്തം നാട്ടിൽ നിൽക്കുന്നതിന്റെ ഒരു സന്തോഷവും ഒരു അഭിമാനവും അതുപോലെ തന്നെ ഒരു പേടിയും ഉണ്ട്. എൻ്റെ വീട് മുറ്റത്താണ്. മുറ്റത്തെന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ദൂരത്തിൽ കടക്കനാടാണ്. സ്വന്തം നാട്ടിൽ ഒരുപക്ഷെ ആദ്യമായി ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുന്നതിൻ്റെ വലിയ സന്തോഷമുണ്ട്. എനിക്ക് മുന്നിൽ കാണുന്ന ഈ മുഖങ്ങളിൽ മിക്കവരും എൻ്റെ കൂട്ടുകാരുടെ അമ്മമാരാണ്. എൻ്റെ ഒപ്പം കളിച്ച ആളുകളുണ്ട്, ഒപ്പം ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ നിൽക്കുന്നത് തന്നെ വലിയ അന്തസ്സായ അഭിമാനമായി കാണുന്നു. ഈ വേദിയിലേക്ക് ക്ഷണിച്ച ഈ സ്കൂളിലെ ബഹുമാനപ്പെട്ട ആരാധനായിട്ടുള്ള HM, ഒപ്പം PTA അംഗങ്ങൾ, മറ്റുള്ള എല്ലാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ആദ്യമേ തന്നെ ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചതുപോലെ
ഒരു സ്കൂളിന്റെ വാർഷിക ആഘോഷത്തിൽ എപ്പോഴും നമുക്ക് ആകാംക്ഷ നമ്മുടെ കുട്ടികളുടെ പ്രകടനം കാണുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിവിടെ തന്നിരിക്കുന്നത് ശ്രീ എൽദോ പോൾ പുതുശ്ശേരി മുഖ്യ പ്രഭാഷണം എന്നാണ്. അതായത് നേരിയ തോതിൽ കഴുത്തറക്കുക എന്നുള്ള ചുമതലയാണ്. പക്ഷെ അത് സ്വന്തം നാട്ടിൽ ചെയ്ത് എളിപ്പിനാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കിട്ടിയ അവസരമാണല്ലോ. ആ അവസരത്തിൽ ചെറിയ തോതിൽ ഞാനൊന്ന് മുതലാക്കാം എന്നുള്ളൊരു ധാരണയുണ്ട്. വേറെ ഒന്നുമല്ല, എനിക്ക് മഴവന്നൂർ പള്ളിത്താഴ് എൻ്റെ ബാല്യകാലത്തിൽ വലിയ സ്മരണകളുള്ളതാണ്. ഞാൻ പഠിച്ച സ്കൂളല്ല ഇത്. പക്ഷേ ഞാൻ വളരെ തൊട്ടടുത്ത് ആ വിളികേൾക്കാൽ തൊട്ടടുത്തുള്ള, അതായത് നമ്മുടെ മഴവന്നൂർ സെന്റ് തോമസ് പള്ളിയോട് ചേർന്ന് പണ്ടൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടായിരുന്നു, 4ാം ക്ലാസ് വരെ. അപ്പോൾ വിരലിലാകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ സ്കൂളിലെയും ആ സ്കൂളിലെയും ആനുവൽ ഡേക്ക് ഒരുമിച്ച് ചേർത്ത് ആഘോഷിക്കുന്ന രീതിയൊക്കെ അന്നുണ്ടായിരുന്നു, 2 സ്കൂളിൽ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ അന്ന് വേദിയിൽ ഡാൻസ് കളിക്കാനൊക്കെ നിന്നിരുന്ന വേദിയിൽ ഒരു പ്രഭാഷകനോ അതിഥിയായിട്ടൊക്കെ എത്തുന്നതിൽ ആ ചാരിതാർത്ഥ്യം കൂടുന്നു എന്നുള്ളതാണ്. ആ നിൽക്കുന്ന മതിലുണ്ടല്ലോ, ആ മതിലിനപ്പുറത്ത് നിന്ന് ഒരുപാട് കാഴ്ചകൾ ഇങ്ങോട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ മഴവന്നൂരിന് ഒരു കാലഘട്ടത്തിൽ ഉപാസന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവും തോന്നുന്നു. ആ ഉപാസന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒരു വോളിബോളിന്റെ സ്ഥിരം കേന്ദ്രമായിരുന്നു ഈ ഗ്രൗണ്ട്. അന്ന് ഈ കോൺക്രീറ്റ് ബിൽഡിംഗ് ഇല്ല, ഉപാസനയിലുള്ള ആളുകളാണെന്ന് തോന്നുന്നില്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ ആ മതിലിൽ നിന്നിട്ട്, എനിക്കൊരു BSc SLR സൈക്കിളുണ്ട്. ആ സൈക്കിളിൽ നിന്ന് ആ മതിലിൽ ചാരി നിന്നിട്ട് ബിജുചേട്ടനും അല്ലെങ്കിൽ ബാബുചേട്ടനൊക്കെ ഉയർന്ന് സ്പാഷ് അടിക്കുമ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി ആവേശത്തോടെ നോക്കി ഇരുന്നിട്ടുണ്ട്. ഒന്നും പക്ഷേ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞത് ഞാനൊരു മാധ്യമ പ്രവർത്തകനാണെന്നാണ്. ഞാൻ 2009 ഇന്ത്യ വിഷനിലാണ് തുടങ്ങുന്നത്. പിന്നീട് റിപ്പോർട്ടർ ടിവിയുടെ ഭാഗമായിരുന്നു. അതിനുശേഷം മനോരമയിലായിരുന്നു. മനോരമ ന്യൂസിൽ നിന്ന് 24ന്റെ തുടക്കത്തിൽ 24 ന്യൂസിലേക്ക് മാറി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ന്യൂസ് 18 കേരളത്തിലാണ്. ഇതിനിടയിലാണ് 2 ലോക ഇവന്റുകൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചത്. ഒന്ന് ഖത്തർ വേൾഡ് കപ്പാണ്. ഖത്തർ വേൾഡ് കപ്പിൽ ലയണൽ മെസ്സിയും അർജന്റീനയും ഒക്കെ അന്ന് കിരീടം നേടിയപ്പോൾ ആകെ ഒരു സന്തോഷം. ഒരു മലയാളികൾ ആരെങ്കിലും അന്ന് ആ തത്സമയ വിവരണം കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ എളിയ എന്റെ ശബ്ദത്തിലാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ സന്തോഷം. അന്ന് ലയണൽ മെസ്സി കപ്പ് ഉയർത്തുമ്പോൾ മഴവന്നൂരിൽ നിന്നോ കണക്കനാടിൽ നിന്നോ ഒരാൾ ഒരു കമന്ററി പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണവും ഈ മഴവന്നൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഗ്രൗണ്ടിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ സ്മാഷുകളും സെർവുകളും ഒക്കെ ഉയർന്നു ചാടി വരുന്നതും ബ്ലോക്കുകളൊക്കെ വരുമ്പോൾ ആ മതിലിൽ ചാരി നിന്ന് ഞാൻ എന്റെ മനസ്സിന്റെ ഉള്ളിൽ അറിയാതെ ആവർത്തിച്ച ചില വാക്കുകൾ ഉണ്ടാകും. ആ വാക്കുകളിൽ നിന്നാകാം കമന്ററിയിലേക്കുള്ള ആദ്യ പടി എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഈ മഴവന്നൂർ സ്കൂൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റും ഫുട്ബോളും കളിച്ച് നടന്ന കാലം. പഠിക്കാൻ എനിക്ക് മഴവന്നൂർ സ്കൂളിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും 4ാം ക്ലാസ് വരെ മഴവന്നൂരിന്റെ ഭാഗമായിരുന്നു. പിന്നീടാണ് ഈ മഴവന്നൂർ എന്ന പ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ പുത്തൻകുരിശിലേക്ക്, അവിടെയാണ് ഞാൻ പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്, അങ്ങോട്ടേക്ക് മാറുന്നത്. അങ്ങനെ എന്തുകൊണ്ടും മഴവന്നൂരാണ് നെഞ്ചിൽ നിറയെ എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഞാൻ കൂടുതൽ സംസാരിച്ച് നീട്ടി പരിപാടി വൈകിപ്പിക്കുന്നില്ല. പക്ഷെ 1-2 കാര്യങ്ങൾ മാത്രം പറയാം. എനിക്കിവിടെ ഇരിക്കുന്നത് കുട്ടികളെക്കാൾ കൂടുതൽ മുതിർന്നവരാണ്. എനിക്കൊന്ന് പേരൻസ് ആയിരിക്കും കൂടുതൽ തോന്നുന്നു. ഒരുപക്ഷെ നമ്മൾ നമ്മുടെ കുട്ടികളോട് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് അവർ നിതാന്തമായി നിരന്തരമായി പരിശ്രമിക്കുക എന്നുള്ള ഒറ്റ ഗോൾ മാത്രമാണ്. എൻ്റെ 2 കുട്ടികൾ ഇവിടെ എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് മുമ്പിൽ ഞാൻ ഒരിക്കലും 1ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് റാങ്ക് നേടണം എന്ന് ആവശ്യപ്പെടാറില്ല. ഫസ്റ്റ് റാങ്ക് നേടുക എന്നത് നല്ലതാണ്, മിടുക്കാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ജീവിതത്തിൽ വളരാൻ നമ്മൾ നൽകേണ്ട ചില വലിയ ഉപദേശങ്ങൾ നൽകാൻ ഞാനൊരാളല്ല. കാരണം എൻ്റെ അമ്മമാരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മമ്മിയൊക്കെ ഉൾപ്പെടെ അവിടെ വീഡിയോയിൽ നോക്കി ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്നാലും അവിടെ മുന്നിൽ ഉപദേശിക്കാൻ ഞാൻ ആളല്ല. എങ്കിൽ പോലും ജെ കെ റൗളിംഗ് എന്ന് പറഞ്ഞാൽ ഹാരി പോട്ടർ എന്ന വിഖ്യാതമായിട്ടുള്ള പുസ്തകത്തിന്റെ ഓതറാണ്. ഒരു വിധവയായിട്ടുള്ള സ്ത്രീ 97 അവർ ഏതാണ്ട് 99 പ്രസാധകരെ സമീപിച്ചു തന്റെ പുസ്തകം ഒന്ന് പബ്ലിഷ് ചെയ്യാൻ. പക്ഷേ ആരും വിധവയായ നിങ്ങളുടെ ഈ കഥ ഞങ്ങൾക്ക് എങ്ങനെ വിറ്റഴിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമായിരുന്നു. ഏറ്റവും ഒടുവിൽ ബ്ലൂംസ്ബെറി എന്ന പബ്ലിഷേഴ്സ് ആണ് ഈ JK റൗളിംഗിന്റെ ഹാരി പോട്ടർ ആദ്യമായി പുറത്തിറക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ആ 99 തിരിച്ചടികൾക്ക് ശേഷം 100ാമത്തെ പ്രസാധകർ അവരെ അന്ന് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഈ ലോകത്ത് ഇതുവരെ വിറ്റഴിക്കപ്പെട്ടതിൽ ഏറ്റവും വലിയ പുസ്തകമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ചെലവഴിക്ക് പോയിട്ടുള്ള ഹാരി പോട്ടർ ഇറങ്ങില്ലായിരുന്നു.
നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉപദേശവും അത് തന്നെയാണ്. ഈ കാലം ഇൻഫ്ലുവൻസേഴ്സിന്റെ കാലമാണ്. ഇൻഫ്ലുവൻസേഴ്സ് നമ്മളിപ്പോഴും ഫോണിൽ നോക്കും. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരാണോ ഇൻഫ്ലുവൻസേഴ്സ് എന്നെനിക്ക് സംശയമാണ്. ഏത് തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരാണ് എന്നുള്ളതാണ് ചോദ്യം. ഈ പലതരത്തിലുള്ള റീലിട്ട് പലതരത്തിൽ കൂടുതൽ ലൈക്കും ഫോളോവേഴ്സും ഉള്ള ആൾക്കാരെ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയും. അവിടെ എനിക്ക് തോന്നുന്നു നമുക്കെല്ലാം നമ്മുടെ പ്രായത്തിലൊക്കെ, എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകൾ ഒരുപാട് പാഠപുസ്തകത്തിന്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ എനിക്ക് കരിക്കുലം സിലബസിനെ പറ്റി അത്ര ബോധ്യമില്ല എങ്കിൽ പോലും. അപ്പോൾ ഈ വൈക്കം മുഹമ്മദ് ബഷീർ വളരെ ചെറുപ്പത്തിൽ ഗാന്ധിജിയെ കാണാൻ പോവുകയാണ്. അപ്പൊ ഗാന്ധിജി എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. നമുക്കറിയാം ബഷീർ വൈക്കത്ത് അവിടെ ഗാന്ധിജി എത്തുമ്പോൾ വളരെ ദൂരെ നിന്ന് തിരക്കിന്റെ ഇടയിലൊക്കെ കുത്തിക്കയറി ഗാന്ധിജിയെ വൈക്കം മുഹമ്മദ് ബഷീർ തൊടുകയാണ്. തൊട്ടിട്ട് വീട്ടിലെത്തിയിട്ട് അമ്മയോട് പറയാണ്, ഞാൻ ഗാന്ധിജിയെ തൊട്ടു. അപ്പോ അമ്മ, ഗാന്ധിജിയെ തൊട്ടു എന്നാൽ? ഞാൻ ഗാന്ധിജിയെ തൊട്ടു. ആ സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും ഒരു ഷോക്ക്. ആ ഷോക്കിനെ പറ്റിയാണ് വീട്ടിലെത്തി ഉമ്മയോട് വൈക്കം മുഹമ്മദ് ബഷീർ പറയാൻ ആഗ്രഹിച്ചത്. അവരാണ് ഇൻഫ്ലുവൻസേഴ്സ്. അല്ലാതെ ഇപ്പോൾ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സിന് പുറകെ പോകാതെ നമ്മുടെ കുട്ടികളെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഞാനും ബാധ്യസ്ഥനാണ്. എൻ്റെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ ഫോണിൽ തോണ്ടുമ്പോൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം തോന്നുന്നു. നല്ലത് തിരിച്ചറിയുക, ചീത്ത ഒഴിവാക്കുക. ഒറ്റൊരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. മിടുക്ക് അല്ലെങ്കിൽ കഴിവ്, ആ കഴിവ് എന്നുള്ളത് ആപേക്ഷികമാണ്. നിരന്തരം ട്രൈ ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക. ഈ ചീറ്റപ്പുലിയെ പറ്റി നമുക്കറിയാം. ചീറ്റപ്പുലിക്ക് ഏതാണ്ട് മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത്തിൽ നീങ്ങാൻ സാധിക്കും. പക്ഷേ ചീറ്റപ്പുലികൾ പലപ്പോഴും നല്ല വേട്ടക്കാരല്ല. അവരുടെ വേട്ടയിൽ 50% പരാജയമാണെന്ന് പറയാം. അവരുടെ 50% ആക്രമണ ശ്രമങ്ങളും അല്ലെങ്കിൽ ഇരകളെ പിടിക്കാനുള്ള അവരുടെ ശ്രമങ്ങളും പരാജയപ്പെട്ടു പോകാറുണ്ട്. അതിന് കാരണം എന്താണ്? ഇവർ 120 കിലോമീറ്റർ സ്പീഡിൽ, വേഗതയിൽ അവർ കുതിക്കും. പക്ഷേ ഏതാണ്ട് 100 അടി 150 അടി ചെന്നാൽ അവർ തളരും. അപ്പോൾ അവർ അവിടെ വിശ്രമിക്കും. അതേസമയത്ത് മറ്റൊരു ഉദാഹരണമാണ് ആഫ്രിക്കൻ വൈൽഡ് ഡോഗ് എന്ന ഒരു നായ്ക്കൂട്ടമുണ്ട്. ആഫ്രിക്കൻ വേട്ട നായ്ക്കൾ എന്ന് പറയും. ഈ ആഫ്രിക്കൻ വേട്ട നായ്ക്കൾക്ക് വലിയ സ്പീഡൊന്നുമില്ല ചീറ്റപ്പുലിയെ സംബന്ധിച്ച്. ഇവർക്ക് ഒരു 70 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് സഞ്ചരിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ കുതിക്കാൻ കഴിയും. പക്ഷെ ഇവർക്ക് 2-3 മണിക്കൂറുകൾ നിർത്താതെ ഓടാൻ കഴിയും. ഏത് ഇരയെയും അവർ തളർത്തും. ആ തളർന്നു കിടക്കുന്ന ഇരയെ ആക്രമിച്ചു വീഴ്ത്തും. അതുകൊണ്ട് തന്നെയാണ് അവരുടെ വേട്ട 95% വിജയമാകുന്നത്. ഇക്കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നിതാന്തരമായി പരിശ്രമിക്കുക, നിരന്തരം പരിശ്രമിക്കുക, എക്സ്ട്രീമിസ്റ്റ് ആവാതിരിക്കുക. നമുക്ക് വേണ്ടത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ടാണ്, നിരന്തരമായിട്ടുള്ള എഫേർട്ടാണ്. നന്ദി. താങ്ക് യു സാർ. സാറിന്റെ നല്ല വാക്കുകൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു എൻവയോൺമെന്റ്